ചെയ്യുന്നു? എന്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നു. തലകുത്തനെ നിർത്തുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഓ യെസ്, ദിസ് ഈസ് ലവ്, റൈറ്റ്? ഇത് ലവ് ആണടാ, ഇതാണടാ ലവ്. ഇത് ലവ്ഡാ, ലവ്. And I'm gonna know. എന്താ ഇത്? Girl, I'm in love with you. But you know I don't fucking care. നീ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം മാത്രം, ഇന്നൊരു രാത്രി മാത്രം എന്നെ പ്രേമിച്ച മതി. ദുബായിന്ന് ഡോണിന്റെ ഫോട്ടോ ഇമെയിലിൽ വന്നിട്ടുണ്ട്. അവനെ വേഗം പിടിച്ച് എനിക്ക് പ്രമോഷൻ വാങ്ങണം. Who are you, man? You low level officer. You disturb that important conference. അല്ല സാറേ, ഞാൻ ഈ ഫയൽ ഒന്ന് കൊടുത്തിട്ട് പോവാൻ വന്നതാ. ആരാടാ ഇത്? ഇവനാണ് ദുബായ് മുഴുവൻ വിറപ്പിച്ചോണ്ടിരിക്കുന്ന ഡോണ്. ഇവനെ ഞങ്ങൾ ഈ അന്വേഷിക്കുന്നു. കിളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടത്? കൊള്ളാമോ? Very smart looking. അടിപൊളി. Dust is there. എന്റെ കൊടവേറെ കുറച്ച് വലുതായി പോയതല്ലേ? അങ്ങനെയല്ല, ഈ കൊടവയറാ നിന്റെ സൗന്ദര്യം കൂട്ടുന്നത് അല്ലേ? താങ്ക് യു, താങ്ക് യു. ഇത്രയും കാലം പെണ്ണുങ്ങൾക്ക് വേണ്ടി ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു പെണ്ണിന് വേണ്ടി മനസ്സ് പ്രവർത്തിക്കുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, മതി. ഈ ലവ് പ്രപ്പോസ് ചെയ്യാൻ മാത്രം എന്താ കഴിയാത്തത്? ഒരു മന്മഥന് പെണ്ണിനോട് പ്രേമാഭ്യർത്ഥന നടത്താൻ അറിയില്ലെന്ന് പറഞ്ഞ ഈ ലോകം അത് വിശ്വസിക്കില്ല മോനെ. ദേ നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം, പേടിക്കാതെ പ്രപ്പോസ് ചെയ്തോ. ദേ കൊച്ചേ, എനിക്ക് നിന്നോട് ഇഷ്ടമല്ല. നിന്നെ കല്യാണം കഴിക്കണ്ട. നീ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. എന്നാലും നിന്നെ ഞാൻ പ്രേമിച്ചു പോകുമെന്ന് പേടിയാ. ദയവ് ചെയ്ത് നിർത്തിയേക്ക്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വേണേ പറഞ്ഞു നോക്കിക്കേ. ഇവിടെ എന്താ പറയുന്നത്? രമ്യ രമ്യ എന്ന് പറയുന്നുണ്ടോ? നീ ഇതൊരിക്കലും വിടില്ലല്ലേ? ആ റിയാക്ഷനും മാറ്റില്ല. എടോ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു ശരിക്കുള്ള ഫീലിങ്സ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാ, ചില പെണ്ണുങ്ങളെ കണ്ട വിളക്ക് അണച്ചിട്ട് ബെഡിലേക്ക് കൊണ്ടുപോകണോന്ന് തോന്നും. ചില പെണ്ണുങ്ങളെ കണ്ടാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിളക്ക് കത്തിപ്പിക്കും. How is it? ഹലോ അശ്വിൻ, എവിടെയുള്ളത്? ആ, വീട്ടിലാണ്. ഇന്നെന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനാ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ പോവാണ്. എനിക്കും നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് ലവ് മാറ്റർ ഓപ്പൺ ചെയ്താലോന്ന് തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഏജ് ഡിഫറൻസ്. ഏജ് ഒക്കെ ഒരു കാര്യമേ അല്ല. എന്ത് സംഭവിച്ചാലും അവസാനം അവർക്ക് ഞാൻ ഉണ്ടാവും. രമ്യ, അശ്വിൻ താത്ത ഓൺ ദ വേ. ഹായ് രമ്യ, ഇതൊക്കെയാണ്. ഹേയ് അശ്വിൻ, വേറെ ലെവലാണ് കേട്ടോ. താങ്ക് യു. ശരിക്കും കല്യാണ ചെക്കനെ പോലെ. സൂപ്പർ. എല്ലാവരുടെ മുമ്പിലും പ്രേമിക്കുന്ന കാര്യം പറയാൻ പോവാണോ? എന്തോ എനിക്ക് തോന്നി ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനില് എല്ലാം അങ്ങ് ഓപ്പൺ ചെയ്തേക്കാന്ന്. അച്ഛൻ എന്തായാലും ഒരു വലിയ ഷോക്കാകും. എന്താന്ന് വെച്ചാ, അച്ഛൻ നോക്കിയ ചെക്കനെ കല്യാണം കഴിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. നിനക്കറിയോ, എന്റെ അച്ഛന് ലവ് മാരേജ് ഒക്കെ ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഇത് വേറെ പോലത്തെ ഒരു പ്രേമല്ലേ. ഏജ് ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കും, അല്പം വെറുപ്പോടെയൊക്കെ നോക്കും, നിന്നെയും കുറെ ചോദ്യം ചോദിക്കും. കൂടെ തന്നെ നിന്നിട്ടെല്ലാം മറച്ചു വെച്ചു അല്ലേ എന്ന്. പക്ഷെ ഞാൻ പറയും, ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ഡയറക്റ്റ് ആയിട്ട് ലവ് പറഞ്ഞിട്ടില്ല എന്ന്. ഇത് ഞാൻ എടുത്ത തീരുമാനമാ. ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ആവുന്നത് വരെ ആരോടും ഞാൻ ഷെയർ ചെയ്യില്ല. രമ്യ, നീ വളരെ മെച്യൂർഡായ ഒരു പെണ്ണാണ്. ഈ വയസ്സിൽ ഇത്രയും ബോൾഡ് ആയിട്ട് ഡിസിഷൻ ഒരു പെണ്ണും എടുക്കില്ല. പക്ഷെ നീ എടുത്തിരിക്കുകയാണ്. അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത്രയും വലിയ ഏജ് ഗ്യാപ്പ്. ഈ ലോകത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നടക്കുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൾച്ചറിന് ഒരു മൈനസ് എന്ന് പറയും. പ്രേമത്തിന് കാഴ്ചയില്ല എന്ന് പറയുന്നത് അപ്പോ, പ്രേമത്തിന് വയസ്സില്ല എന്ന് പറയുന്നത് ഇപ്പോ. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഷോക്കായിട്ടുണ്ടാകും. പക്ഷെ നീ സ്ട്രോങ് ആയിട്ടില്ലേ, അത് മതി. ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഈ ലവിന് ഓക്കെ പറഞ്ഞ ഈ ഗെറ്റ് ടുഗെദറിൽ തന്നെ എൻഗേജ്മെന്റ് വെച്ചേക്കാം. ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു ബോംബിട്ട എങ്ങനെയാ? ഞാൻ ഇതുവരെ റിങ് വാങ്ങിച്ചില്ലല്ലോ. എന്റെ ചക്കര്, എപ്പോഴല്ല നീ തന്നെ ചെയ്യണോ? വാങ്ങിച്ചു.
അത് പൊളിച്ചുട്ടോ. ഒരു മിനിറ്റ്, നിന്റെ കോട്ട് തന്നെ. കോട്ടോ? എന്തിന്? സർപ്രൈസ്. സർപ്രൈസ് തരാൻ പോന്നേ. കണ്ടോ കണ്ടോ, പെട്ടെന്ന് തരാണെങ്കിൽ കൊള്ളായിരുന്നു. 5 മിനിറ്റ്സിൽ വന്നേക്കാം. 5 മിനിറ്റ്സ്. നോ പ്രോബ്ലം. ആശാനെ, ആശാൻ ഇവിടെയാണോ ഉള്ളത്? ആത്മഹത്യ ചെയ്യാൻ പോയ എന്നെ ലവ് അല്ല മാറ്റർ തന്നെയാണ് ലവ് എന്ന് മനസ്സിലാക്കി തന്നില്ലേ? നിങ്ങൾ സാധാരണ മുത്തശ്ശനല്ല, ദൈവ പിതാവാണ്. പോണം. ഗോഡാ മുത്തശ്ശൻ, ഞാൻ പറയാൻ വന്നത് കേട്ടൂടെ? ഇവൻ അപ്പൊ തന്നെ മേലേന്ന് താഴെ വിട്ട് കൊല്ലണായിരുന്നു. വലിയ തെറ്റായത്. മച്ചാനെ എപ്പോ നോക്കിയാലും ലേറ്റ് ആണല്ലോ, സമയത്തൊന്നും വരാറില്ലല്ലേ? ഞാൻ പറഞ്ഞ സമയത്ത് വരില്ല, വിചാരിക്കുന്ന സമയത്തേ വരുള്ളൂ. ഈ സാധനം കുടിച്ച ശരീരമൊക്കെ ഒരുമാതിരിയായിട്ട് ഇങ്ങനെ വന്ന് ഈ അവസ്ഥയിൽ ഇരുന്നോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാന്ന് ഞാൻ ഇവിടെ ഇരുന്നോണ്ടിരിക്കുന്നത്. ആ സമയത്ത് നീ ഇതിങ്ങനെ നീട്ടുകയാണോ? ശരി, ഇങ്ങ് വാ. Liquor drinking is injurious to health. Get out. അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിലേക്ക് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗെറ്റ് ടുഗെദറിൽ ഞാനൊരു പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാൻ പോവാണ്. എന്റെ അച്ഛന് പോലും അതറിയില്ല. ഇത് തീർച്ചയായും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ എന്റെ അച്ഛനതൊരു ഷോക്കായിരിക്കും. അച്ഛൻ എപ്പോഴും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ മീൻ ലവ് അച്ഛ. അച്ഛനോടത് പറയായിരുന്നു, പക്ഷേ അതിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ അദ്ദേഹം ഇവിടെ തന്നെയാ ഉള്ളത്. സോ സോറി അച്ഛ. എന്തിനാ മോളെ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഐ ഫെൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അച്ഛൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടാവും, എന്നെ വളരെ നന്നായിട്ട് നോക്കും. ഞങ്ങളുടെ ലവ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ബട്ട് ഹീസ് എ ട്രൂ ജെന്റിൽമാൻ. ഒരു പ്രോബ്ലം ഉണ്ട്, ഏജ് ഡിഫറൻസ്. അതെനിക്കൊരു പ്രോബ്ലം ആയിട്ടേ തോന്നിയില്ല. പക്ഷേ അച്ഛനെങ്ങനെ വിചാരിക്കുന്ന എനിക്ക് ഉറപ്പില്ലായിരുന്നു. നൗ ഐ വിൽ കോൾ ഹിം ഓൺ സ്റ്റേജ്. വരൂ ശിവ. Hey Shiva, my lover. ഇതുവരെ അശ്വിൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടില്ല. എന്താ മുത്തശ്ശ, എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നീ മുത്തശ്ശനെങ്ങാനും ലവ് ചെയ്ത് കരുതി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നത്? ഞാനും മുത്തശ്ശനുമോ? അച്ഛൻ ഓർമ്മയില്ലേ, ഒരു പ്രാവശ്യം അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു. ചെയ്യുന്നേ നീ ആണെങ്കിൽ ആരെ പ്രേമിക്ക പോലുമില്ല. ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ദയവ് ചെയ്ത് അച്ഛൻ ഓർത്ത് വിഷമിക്കണ്ട. ഇതൊന്നും അച്ഛന് മനസ്സിലാവില്ല. അവൻ യുഎസിലാ ഉള്ളത്. അതുവരെ യു വിൽ ഹാവ് ടു വെയിറ്റ്. എനിക്ക് കൺഫേം ആയ ഉടനെ ഞാൻ അച്ഛനെ അറിയിക്കും. സോ അതുവരെ ഒന്ന് മറന്നേക്ക്. ഞാൻ അയച്ച ഫോട്ടോ കണ്ടിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ, നോക്ക്, രണ്ടുപേരും ഒരേപോലെ തന്നെ ഉണ്ടെന്ന്. ആ കാര്യമാണ് അപ്പൊ മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? നീ പ്രായമായ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതുവരെ പറഞ്ഞിട്ടില്ല.